ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ഐറ്റവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മുട്ട കൊണ്ട് ഒരു മുട്ട തോരൻ അല്ലെങ്കിൽ മുട്ട വറവ് എന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ ഒരു പറ ചോറുണ്ണാൻ. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു 30 ചെറിയ ഉള്ളി, അത് ചെറിയ ഉള്ളി തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. 3 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞു കിട്ടിയാൽ മതി. ഇപ്പം നമ്മളെല്ലാം നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ഒന്ന് ചതഞ്ഞു കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ആദ്യം ഒന്ന് ചിക്കി തോർത്തി എടുക്കണം കേട്ടോ. അതായത് തോരൻ പരുവത്തിലൊന്ന് എടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര മുട്ടയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മറ്റെടുത്തേക്കുന്ന ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മാറ്റാം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഒരു മുട്ടത്തോട് വീണു കേട്ടോ, അതാണ് എടുത്ത് മാറ്റുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ചിക്കിത്തോട്ടി തോരൻ പരുവത്തിൽ നമുക്ക് എടുക്കാം. അപ്പം ഇതുപോലെ തന്നെ തോരൻ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ട തോരൻ വെച്ച ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് കീറിയിടണം. വറ്റൽമുളക് ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പുളി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു കുറച്ച് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 സ്പൂൺ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം പുളി എത്രയും വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 സ്പൂൺ പുളി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ തോരൻ വെച്ച് മാറ്റി വെച്ചിരുന്ന മുട്ടയെ നമുക്ക് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ നല്ല രീതിയിൽ ആ മുട്ടയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ മുട്ട ഇതിൽ കിടന്ന് വറ്റി കിട്ടണം കേട്ടോ. തോരൻ പരുവത്തിൽ കിട്ടണം. ഇപ്പോൾ തോരൻ പരുവത്തിൽ നമുക്ക് താണ്ടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.